കുറച്ച് ദൂരെ നിന്നൊക്കെ വരുന്ന ഓർഡേഴ്സ് നമുക്ക് കുറച്ച് സ്പെഷ്യലായിരിക്കും അല്ലേ? അതെ, അങ്ങനെയുള്ളൊരു ഓർഡേഴ്സായിരുന്നു കേട്ടോ ഇത്. അങ്ങ് കുരാച്ചുണ്ടെന്നായിരുന്നു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. ഓർഡർ തന്ന ആൾ ഇവിടെ അടുത്തുള്ള ഒരാളാണ്. അവരെ ഫ്രണ്ടിൻ്റെ മകന് വേണ്ടിയിട്ടായിരുന്നു, സെക്കൻഡ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലേവർ വരുന്നത് 1.5 kg തണ്ടർ കോക്കനട്ട് ആയിരുന്നു. പിന്നെ കുറച്ച് ടേബിൾ സെറ്റും കൂടെ ഉണ്ടായിരുന്നു. കുറച്ച് ഡോണറ്റ്സ് ഉണ്ടായിരുന്നു, കേക്ക് പോപ്സ് ഉണ്ടായിരുന്നു, കപ്പ് കേക്ക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആ കേക്കിൻ്റെ സ്റ്റോറി കേട്ടോ. അപ്പോൾ സംഭവം സേഫായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് കേക്ക് വരുന്നത് ഒരു 250 ഗ്രാം വരുന്ന ഒരു കൺഗ്രാറ്റ്സ് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ആ ഒരു കേക്ക് നമ്മൾ അവിടെ എത്തിയെന്ന് അവർ പറഞ്ഞാലും നമുക്ക് നമ്മളെ ഉള്ളിലൊരു ഭയങ്കര ടെൻഷനായിരിക്കും. ഒന്നാമത് അത്രയും ദൂരമാണ്. പിന്നെയെന്ന് പറയാൻ ചിലപ്പം എന്ത് കാറിലാണെങ്കിലും എന്തിലാണെങ്കിലും അവിടെ എത്തിയോ എന്നുള്ളൊരു ഉള്ളിലൊരു നമ്മളൊരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ അവരുടെ ഈ ഒരു എന്താ പറയുക, വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഒന്ന് കണ്ടാൽ തീരുന്ന ടെൻഷനൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ സംഭവം എന്തായാലും സെറ്റായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ടെൻഷൻസൊക്കെ എവിടേക്കോ പോയിട്ടുണ്ട്. അവർക്ക് കേക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അതുകൂടെ കേട്ടപ്പോൾ പിന്നെ നമ്മളുടെ ടെൻഷനും പോയി, എല്ലാം പോയി. നെക്സ്റ്റ് കേക്ക് വന്നിട്ട് കോറൽ ദ ഫാമിലി സലൂണിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് അവർ ഓർഡർ ചെയ്തായിരുന്നു. കേക്ക് വന്നിട്ട് 1.5 kg വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചെറിയൊരു റെഡ് വെൽവെറ്റ് തീമിൽ പിടിച്ചതായിരുന്നു. പിന്നെ അവരുടെ ലോഗോയും നെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ വേഫറിലായിരുന്നു കേട്ടോ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ ഷോപ്പ് എവിടെയാണ് പറയണ്ടേ? നമ്മളുടെ നന്മണ്ട 14 വളവുണ്ട്. വളവിൻ്റെ അടുത്ത് ഫോർട്ടീസ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അതും കഴിഞ്ഞിട്ട് ബാലുശ്ശേരിക്ക് പോകുന്ന റൂട്ടിൽ തന്നെ റൈറ്റ് സൈഡിലാണ് ഷോപ്പ് വരുന്നത് കേട്ടോ. കസ്റ്റമർ സർവീസും എല്ലാം അടിപൊളിയാണ്. അപ്പം അതിലൂടെ എങ്ങാനും പാസ് ചെയ്ത് പോകുമ്പോൾ ഒന്ന് കയറിയച്ചും പൊക്കോ. എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ചാനലൊന്ന് കയറി സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഇനിയും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിടുക കേട്ടോ. പിന്നെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.